കോതമംഗലം വാരപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ അടുക്കള പച്ചക്കറിത്തോട്ടത്തിൽ കുട്ടി കർഷകർ വിളവെടുത്തു. വിത്തുനടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ സജീവ സാന്നിധ്യത്തോടെയാണ് സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയത്. വിത്തുനടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ സജീവ സാന്നിധ്യത്തോടെയാണ് സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയത്. പീച്ചിങ്ങ, പയർ, വെണ്ട, തക്കാളി, ഇഞ്ചി, മഞ്ഞൾ, കോവൽ, വാഴ, ഫലവൃക്ഷങ്ങൾ എന്നിവയാണ് സ്കൂൾ വളപ്പിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. വെള്ളം കോരി നനച്ച് വളർത്തി പാകമാക്കിയ പച്ചക്കറികൾ വിളവെടുക്കാനും കുട്ടികൾ തന്റെ ആവേശത്തോടെ മുന്നിലുണ്ടായിരുന്നു. പറിച്ചെടുക്കുന്ന വിഷരഹിത പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്കൂളിൽ നടന്ന വിളവെടുപ്പ് മഹോത്സവം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രിയ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എം. സെയ്ദ്, വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, ബിൻസി ജോൺ, സുഭാഷ് ഇ.എ., ബിനി തോമസ്, ബിജോ കെ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ ജൈവ കൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് വാരപ്പെട്ടി സ്കൂളിൽ കൃഷി ആരംഭിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. വാരപ്പെട്ടി എൽ.പി. സ്കൂളിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ ഇവിടുത്തെ കൃഷി ഓഫീസറുടെയും ഇവിടുത്തെ പ്രധാനാധ്യാപകരുടെയും മറ്റ് അധ്യാപകരുടെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കൃഷ്ണൻകുട്ടി ഈ ഇവിടുത്തെ PTS ആണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊപ്പം നിന്ന് അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായി ഈ കൃഷി വിളവെടുപ്പ് ഇന്ന് സന്തോഷത്തോടെ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ജൈവ കൃഷിയാണ് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത്. 10 മാസം കൊണ്ട് സ്കൂളുകളുള്ള സമയത്തെല്ലാം ഈ ഇവിടുത്തെ നമ്മുടെ കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവർ ഉച്ചക്കഞ്ഞിക്കായിട്ട് ഉപയോഗിച്ചു വരുന്നത്. വർഷങ്ങളായി ഇത് തന്നെ ഇവിടെ ചെയ്തു വരുന്നു. പഠനത്തിന്റെ ഭാഗമായി പച്ചക്കറി കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലും കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയാണ് മുന്നോട്ട് പോയതെന്ന് സ്കൂൾ HM ബിജോ കെ പറഞ്ഞു. 2 കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി എല്ലാവർക്കും ഉറപ്പ് കൊടുക്കും. ഒന്നാമത്തെ കാര്യം, ഏറ്റവും നല്ല പഠനം മക്കൾക്ക് കിട്ടണമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പോഷക സമൃദ്ധമായ ആഹാരം അവർക്ക് ലഭിക്കണം. അപ്പോൾ നമുക്കിവിടെ മനോഹരമായൊരു അടുക്കളത്തോട്ടമുണ്ട്. അപ്പോൾ കൃഷി ഓഫീസറടക്കമുള്ള നിരവധി പേരുടെ സഹായം കൊണ്ട് ഇവിടെ തുടങ്ങുന്നു. കുട്ടികളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് തടമൊരുക്കാൻ വേണ്ടി സഹായിക്കുന്നു. കൃഷ്ണൻകുട്ടി ചേട്ടനാണ് മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ പ്രസിഡന്റ് പറഞ്ഞു, എങ്കിൽ കൂടി കുട്ടികളെ കൊണ്ട് വിത്ത് കുഴിച്ചിടിക്കുന്നു, വളമിടുന്നു, തൈ കുഴിച്ചിടുന്നു. അതിൻ്റെ ഓരോ പരിപാലന ഘട്ടങ്ങളിലും കുട്ടികളുടെ ഒരു പ്രാധാന്യം അതിനകത്തുണ്ട്. ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം കൃഷിയെ ഒരു വല്ലാണ്ട് സ്നേഹിക്കണം. ഇപ്പോൾ കൃഷി കുറഞ്ഞു വരുന്ന ഈ അവസ്ഥയിൽ കൃഷിയെ സ്നേഹിക്കണം, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. കൃഷിയുടെ വിളവെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥി അദ്വൈതും പറഞ്ഞു. ഞങ്ങൾ കുട്ടികളും അധ്യാപകരും ചേച്ചിയും ചേട്ടനും കൂടിയാണ് ഈ കൃഷി നടത്തിയത്. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഈ പച്ചക്കറി ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഒഴിവു സമയങ്ങളിൽ ഇതിനെ പരിപാലിക്കുന്നു. ഈ കൃഷി വിളവെടുപ്പ് നടത്തിയതിന് സന്തോഷം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.